എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. കങ്കുവ എന്ന് പറഞ്ഞാൽ പോരല്ലേ, കങ്ക കങ്കുവ അങ്ങനെ കൊടുക്കണം. എന്തായാലും കങ്കുവ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്സുകൾ കുറച്ചധികം പറയാനുണ്ട്. പിന്നെ ഒരു ഫാൻ മെയ്ഡ് ഇംഗ്ലീഷ് സോങ് നമുക്ക് റിയാക്ഷൻ ചെയ്യാനുണ്ട്. ഫാൻ മെയ്ഡ് സോങ്ങുകൾ വെറുതെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഒരു രക്ഷയില്ല കേട്ടോ. എത്ര എണ്ണം കിടക്കണമെന്ന് അറിയോ? ഇത് നമുക്ക് നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചതെന്നാണ്. ഇതൊരു ഗംഭീര സാധനമാണെന്നാണ് പറഞ്ഞത്. ഇത് പുറത്ത് വന്നിട്ടില്ലല്ലോ ഈ സാധനം. ഇത് പുറത്ത് വന്നിട്ടില്ല എന്നാണ് ആള് പറഞ്ഞത്. അറിയാൻ കഴിഞ്ഞത്. അതെ, യൂട്യൂബിൽ ഇത് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ്. ആദ്യം അപ്ഡേറ്റ്സ് പോവാം. അല്ല, നമുക്ക് ഇത് റിയാക്ഷൻ ചെയ്യാം. ഫാൻ മെയ്ഡ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെയിറ്റ് ചെയ്യില്ല ആരും. അപ്ഡേറ്റ്സ് കേട്ടാ അവര് പോകും. ഓക്കെ, ശരി. അല്ലെങ്കിൽ ഒഫീഷ്യൽ എന്നൊക്കെ തന്ത്രം ആലോചിച്ചോ, കുതന്ത്രാണ്, തല മൊത്തം കുരുട്ടു ബുദ്ധിയാ. ഓക്കെ, ശരി. ഓക്കെ, ഇനി അങ്ങോട്ട് എല്ലാം മനസ്സിലാവും. അതൊക്കെ എനിക്ക് മനസ്സിലായി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യം പറയണ്ടേ, ഞാൻ പറയാം. ഒരു വൈബ് ഉണ്ടല്ലേ. ഇംഗ്ലീഷുകാർ പാടിയ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. സത്യം സത്യം, നല്ല രസമായിട്ട് കേട്ടോ. ആണോ? അവിടെ കറണ്ട് പോയിട്ടോ, ചൂട്ടൊക്കെ കെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇരട്ടാണ് ലാസ്റ്റിലേക്ക് എത്തുമ്പോ. സംഭവം കിട്ടുന്ന സാധനമാണ്. എന്നോട് ചോദിച്ചോ, അർത്ഥങ്ങൾ എന്നോട് ചോദിച്ചോ? പറഞ്ഞുതരാം. ഞാൻ അതിന് മുന്നേ ഒരു സാധനം പറയട്ടെ. സാധനം കഴിഞ്ഞിട്ട് ആ ഇംഗ്ലീഷോട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു താളം പിടിക്കല, ഒരു രക്ഷ. കറക്റ്റ് എല്ലാ മീനിങ്ങും മനസ്സിലാക്കിയിട്ടുള്ള താളം പിടിക്കല. സംഭവം എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതിനകത്ത് ഓരോ സീനുകളും ഇങ്ങനെ വന്നു പോകുമ്പോ അത് നമ്മൾ ഒരുപാട് കണ്ട് ആസ്വദിച്ചാണല്ലോ. ആ ആസ്വാദനമാണ് അവിടെ നടക്കുന്നതെന്നുള്ളത്. താളത്തിനാണ്, മ്യൂസിക്കിനാണ് താളം കൊട്ടുന്നത്, അല്ലാണ്ട് മനസ്സിലായനല്ല. ഒരിക്കലും അത് മനസ്സിലായിട്ട് അർത്ഥം നോക്കി ഞാൻ താളാറില്ല. അത് നന്നായി. ചിലപ്പോ ആ പറഞ്ഞതിനകത്ത് പല അർത്ഥങ്ങളും ഉണ്ടാവുകയും അത് നമുക്ക് എന്തായാലും ഒന്നും മനസ്സിലായിട്ടില്ല. അല്ല, എനിക്ക് എല്ലാം മനസ്സിലായി. എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇനി കങ്കുവന്റെ എല്ലാം, കങ്കുവ എന്നല്ല, എല്ലാ സിനിമന്റെയും എല്ലാ അപ്ഡേറ്റ്സുകളും ഇംഗ്ലീഷിൽ തന്നാൽ മതി. അത് പിന്നെന്താ പറയുക, ഞാൻ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കാനുള്ള ആ ഒരു ഉദാര മനസ്കത ഉണ്ടല്ലോ, അതില്ലെങ്കിൽ ഞങ്ങളൊക്കെ കുടുങ്ങിപ്പോയാണ്, ശരിക്കും പെട്ടുപോയനെ. അതുകൊണ്ട് മാത്രം മലയാളമോ തമിഴൊക്കെ ആയിക്കോട്ടെ. അപ്പം ഒന്ന് ശ്രദ്ധിച്ചേക്കണം എല്ലാരും, അല്ലേ? കറക്റ്റ് കൊടുക്കേണ്ട കറക്റ്റ് ആയിട്ട് കൊടുത്തേക്കണം. അപ്ഡേറ്റ്സിലേക്ക് കിടക്കാം. പിന്നെ തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ പറയണോ അതോ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി? ഇംഗ്ലീഷിൽ വേണ്ട, നമുക്ക് മലയാളം മതി. ആണല്ലേ, മലയാളം പഠിക്കാല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ. ഓക്കെ, നമ്മുടെ കങ്കുവ സിനിമയുടെ സെക്കൻഡ് സിംഗിൾ വരാൻ പോകുന്നുണ്ട്. അത് ഒരു കിഴി എപ്പിസോഡിൽ പറഞ്ഞതാണ്. അതായത് ഒക്ടോബർ 2 മേ ബി ഇതിൻ്റെ സെക്കൻഡ് സിംഗിൾ വരുന്നത്. ഫസ്റ്റ് സിംഗിള് ഒരു നല്ല ഹിറ്റായൊരു സോങ് ആയിരുന്നു. ഞങ്ങൾക്ക് പേഴ്സണലി അത് ഒരു ആവറേജ് സോങ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഭയങ്കര സംഭവമായിട്ട് തോന്നിയില്ല, പക്ഷേ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും ഒക്ടോബർ 2 അതുപോലെ തന്നെ സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടക്കാൻ പോകുന്നുണ്ട് ഒക്ടോബർ 20. ഓക്കെ, സംഭവ ബഹുലാണെന്നുള്ളതാണ് കേട്ടത്. വലിയ ഓഡിയോ ലോഞ്ച്.
പിന്നെ ഇതിന്റെ പ്രൊമോഷന് തന്നെ അവര് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രൊമോഷനും കാര്യത്തിനും വേണ്ടി ഫുൾ ടീം തന്നെ ഇറങ്ങുമെന്ന് പറഞ്ഞേക്കുന്നത്. ടീം അതും എല്ലാ ഇടങ്ങളിലേക്കും വരും എന്നുള്ളതാണ്. യെസ്, എന്റർടൈൻമെന്റ് കിഴി ചാനലിലേക്ക് വരും എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. നടുക്ക് ഇവിടെ ഉണ്ടാവും കങ്കു കൂട്ടൻ. കങ്കു പറ എന്ന് പറയണത് അല്ലേ, കിട്ടുന്നില്ല ശരിക്ക്. കിട്ടും, നന്നായിട്ട് കിട്ടും, അതിനൊരു പേടി പേടിക്കണ്ട. എന്താണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ റിലീസ് ട്രെയിലർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെ, ഒക്ടോബർ 31 പുറത്തു വരും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അത് ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു, ട്രെയിലർ വരും എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒക്ടോബർ 31 എന്നാണ് കേൾക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ സിനിമയിലെ നമ്മൾ കണ്ട് ഞെട്ടിയൊരു സാധനമാണ് ട്രെയിലറിൽ. എന്നിട്ട് നമ്മളപ്പോൾ പറയുകയും ചെയ്തു ഇത് എന്തിനാണ് ഈ ട്രെയിലറിൽ ഇത് ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചതാണ്. ആ ക്രൊക്കഡൈലും ആയിട്ടുള്ള സ്റ്റണ്ട് സീന്, ആ വെള്ളത്തിൽ നിന്ന് കുത്തിയിട്ട് വലിച്ചെറിയുന്ന സീനില്ലേ, അതിന്റെ ബഡ്ജറ്റാണ് 1 കോടിയായി എന്നാണ് പറഞ്ഞിട്ട്. അതിന് മാത്രം. യെസ്, അല്ല അത് അതിന്റെ ഒരു പ്രൊഫഷൻ അതിൽ കാണാനുണ്ട്. തീർച്ചയായിട്ടും അത് ആ സീനിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റുള്ള ചില സിനിമകളിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ തന്നെ നമുക്കത് അത് കാണുമ്പോൾ തന്നെ അറിയാം അതിന്റെ ഒരു ക്വാളിറ്റി എന്താന്നുള്ളത്. ഞാൻ ദേവരയിലേക്ക് പോകുന്നു. എന്തിനാ നീ ഓർമ്മിപ്പിക്കുന്നത്? നീ ഇന്നലെ പറഞ്ഞ സാധനം ഞാൻ ഇന്നലെ ഒരു ക്ലിപ്പ് കണ്ടു കേട്ടോ മോനെ. എന്റെ മോനെ ചാടി വരുന്ന വരവ്, ഇൻട്രോ സീന്. ഇൻട്രോ പോട്ടെ, ക്ലൈമാക്സിലുള്ള സാധനം ഉണ്ടല്ലോ. ഇൻട്രോ സീന് പോട്ടേന്നോ? നീ സൂറേനെ കുറ്റം പറഞ്ഞ നിനക്കിട്ട് ഞാൻ തരും. സൂറയില് അത്രയും ലെങ്ത് ഒന്നും ഇല്ല ചാടുന്നത്. അത് നിനക്ക് ഒരു ക്ലിപ്പ് മാത്രം കണ്ടിട്ടാ. സൂറയിൽ അതിനേക്കാൾ ഉണ്ട്, ഉണ്ടയാണ് ചാടി സൂറയിലുള്ള ദൂരത്തിന്. ദേവര കുറച്ചുകൂടെ ബെറ്റർ ആക്കിയ ചെയ്തിട്ടുള്ളത്. അതായത് ആളുടെ ലാൻഡിങ് ഉണ്ട്, നമ്മളെ ഈ ശരീരം മീനിന്റെ അതേ ഒരു രീതിയിൽ ആക്കുന്ന രീതിയുണ്ട്, ബോഡി ലാംഗ്വേജ്. പിന്നെ ലാൻഡിങ് നമ്മൾ കറക്റ്റ് ഇങ്ങനെ സ്വിം ചെയ്ത് പോകണം, അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതില്. ഏത് കാൽഭാഗമൊക്കെ കറക്റ്റ്, ഇതിന്റെ ലാൻഡിങ് ഒക്കെ നല്ല ഗംഭീര ലാൻഡിങ് ആയിരുന്നു. മറ്റേത് ബോഡി ഇങ്ങനെയായിരുന്നു, കാല് താഴേക്കും അങ്ങനെ പറന്നു വന്നിരുന്നു സൂറയില്. അത് നമുക്ക് കറക്റ്റ് ഈ റോപ്പ് ഇട്ടതിന്റെ അത് ശരിയായ രീതിയിൽ ഫീൽ ചെയ്യും. ഇതിനകത്ത് എനിക്ക് തോന്നിയത് എനിക്ക് ഭയങ്കര കോമഡി ആയിട്ടാണ്, പക്ഷെ ബെറ്റർ അത് എനിക്ക് തോന്നുന്നത് ആ ഒരു എഫക്ട് കൊണ്ട് തോന്നിപ്പോന്നതാണ് കേട്ടോ. അതിന്റെ ഒരു കളർ ഗ്രേഡിങ്ങും ഭയങ്കരമായിട്ട് കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസ് ഒക്കെ ഓക്കെ, അത് അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. അത് വളരെ മോശമായിരുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞു അതവിടെ നിൽക്കട്ടെ, അതിനെ കുറിച്ചല്ല. എന്താണെങ്കിലും അതിന്റെ ഈ ക്രൊക്കഡൈലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞു വന്നത്. അതിന്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോഴും പറഞ്ഞില്ല, ഇനിയും പറയാനുണ്ട്. ദേവര സിനിമയില് ഈ കടലിന്റെ ഉള്ളില് ഒരുപാട് സീനുണ്ട്, അടിയില്. ഇപ്പൊ ഈ VFX ചെയ്യുമ്പോഴേ ഏതെങ്കിലും ഒരു കാര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ മറ്റ് പല കാര്യങ്ങളും വിട്ടുപോകും. അത് ശരിക്കും ദേവരയിൽ കാണാം. അതായത് ഒരു ഒറ്റ മീനില്ലടാ വെള്ളത്തില്, വെറും സ്രാവ് മാത്രം ജീവിക്കുന്ന, വെറും 2 സ്രാവിനെ കണ്ടു, അതായത് സ്രാവ് മാത്രം. എത്ര 3-1 കര, ബാക്കി മൊത്തം വെള്ളമല്ലേ. 2 സ്രാവൊക്കെ കൂടുതലാ. അല്ല അത് മാത്രം അടിയിൽ വരുമ്പോ അത് മാത്രം. കുറച്ചും കൂടി കഴിഞ്ഞാൽ നീ 1 ചുരുങ്ങിയാണ്, 1 ആള് കൊണ്ടുപോകും. പിന്നെ കടലിന്റെ അടിയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, പവിഴപ്പുറ്റ്. ശരിക്കും കടലിന്റെ അടിയിലെ സീനുകളൊക്കെ കാണിക്കുമ്പോൾ ഒരുപാട് സംഭവം. പിന്നെ മാത്രല്ല വൃത്തിഹീനമായിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ആകെ പറന്നു നടക്കും. ചില സാധനങ്ങളൊക്കെ അതായത് പ്യൂർ വെള്ളമായിരിക്കൂല. അതെന്തെന്നറിയോ, ഇനിയിപ്പോ നമ്മള് ദേവരേന്റെ റിവ്യൂ ആണോ പറയുന്നത്? ഇതെന്ത് അല്ല, അതില് ഭയങ്കരമായിട്ട് ക്ലീൻ വെള്ളം, എന്നിട്ട് ഈ ഒരു സ്രാവ് മാത്രം. അപ്പൊ അതുപോലെ ഒന്നും ആവാതിരിക്കട്ടെ. അതിന് 1 കോടി മാത്രം മാത്രം ചെലവിട്ട് കഴിഞ്ഞാൽ എന്തായാലും നന്നായി വരും. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, എല്ലാ സീനുകളും അറ്റ്മോസ് പെർഫെക്ഷനിലാണ് സിനിമ ചെയ്തിരിക്കുന്നതെന്നാണ്, VFX ചെയ്തിട്ടുള്ളതെന്നാണ്. അപ്പം എന്താണെങ്കിലും അതിനുള്ളൊരു എഫക്റ്റ് ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും. പിന്നെ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കേട്ടോ. ക്ലൈമാക്സിൽ 10,000 ആളുകളെ വെച്ചിട്ടാണ് ഒരു യുദ്ധം. അതായത് ആ യുദ്ധ സീൻ ഫുള്ള് 10,000 ഒറിജിനൽ ആൾക്കാർ തന്നെ വെച്ചിട്ടാണ്. അത് അന്ന് തന്നെ നമ്മൾ അതിന്റെ അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. എന്താണെങ്കിൽ അതൊക്കെ ശരിക്കും ഉണ്ട്. ഇനിയും അറിയപ്പെടാത്ത 2-3 സംഭവങ്ങൾ കൂടെ ഉണ്ട്. ടൈഗർ ഫൈറ്റ് ഉണ്ട്, ഒരു പ്ലെയിൻ ഫൈറ്റ് ഉണ്ട്. അത് പുതിയ കാലഘട്ടത്തിലായിരിക്കും, അത് പിന്നെ കുറച്ചേ ഉള്ളൂ എന്നാണ് കേൾക്കുന്നത്. ക്ലൈമാക്സ് സീന് അത് പഴയ യുദ്ധം തന്നെയാ, അതൊരു 1.5 ഐറ്റം ആയിരിക്കും. ക്ലൈമാക്സ് ആണെന്ന് അറിഞ്ഞപ്പോ
ഒരു ഭയങ്കര ആശ്വാസം. കാരണം തീർച്ചയായിട്ടും. ഏതെങ്കിലും ഒരു പോർഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രസന്റ് കാലഘട്ടം, എന്നിട്ട് ലാസ്റ്റ് ക്ലൈമാക്സും പ്രസന്റ് കാലഘട്ടം കൊണ്ട് വെച്ചിട്ടില്ലല്ലോ. അത് തന്നെ വലിയൊരു കാര്യമാണ്. അത് ശരിക്കും ഒരു ഈ പറയുന്നത് കേൾക്കുന്ന വെച്ചിട്ടാട്ടോ നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ കണ്ട ട്രെയിലറും ടീസറും ഒക്കെ വെച്ചിട്ട് അതെ, ഇതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു ഗംഭീര സംഭവമാണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. അതിനി ഏതൊക്കെ രീതിയിൽ എത്രമാത്രം അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് നമുക്ക് അറിഞ്ഞോളൂ. അത് സിനിമ റിലീസ് ചെയ്താൽ മാത്രം അറിയാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 1 കോടിയൊക്കെ ഈ ഒരു ക്രോക്കഡൈൽ സീനിന് മാത്രം മാറ്റി വെച്ചു. 1 കോടിയല്ല, 50 കോടി മാറ്റി വെച്ചാൽ നന്നായി വരണമെന്നില്ല. അതൊരു സത്യം. അതിന് എത്രയോ ഉദാഹരണങ്ങൾ മുന്നിൽ കിടക്കും. വെറുതെ ഇനി അതുകൂടി പറഞ്ഞ് ഇനി അതിലേക്കും കൂടി കാട് കടന്ന് പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പറയുന്നില്ല. എന്താണെങ്കിലും ഇതൊക്കെയാണ് കടന്നാണോ അതോ ലങ്ക കടന്നിട്ടാണോ അല്ലേ ഇവൻ പറയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിപ്പോ നിക്കൂല. എന്താണെങ്കിലും എന്താണെങ്കിലും ഇത്രയും അപ്ഡേറ്റ്സുകളാണ് കങ്കുവിൻ്റെതായിട്ട് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ അടുത്ത മാസം മുതൽ ഇതിന്റെ പ്രൊമോഷൻ വർക്കുകളൊക്കെ തുടങ്ങും. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. ചിലപ്പോൾ സൂര്യ എന്തായാലും കേരളത്തിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ടീം അടക്കം നമുക്ക് ഗംഭീരമാക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നവംബർ 14 യെസ് സിനിമ റിലീസ് എത്തും. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ കാണാം. അതിന് മുമ്പ് പല പരിപാടികളുണ്ട്. അതെ അതെ, എന്താണെങ്കിലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ.